നിങ്ങളെല്ലാവരുടെയും വിശുദ്ധമായ നിയോഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പരിശുദ്ധമായ ചിന്തകളോടെ നമുക്ക് ഈ ബലി പരമപിതാവിനെ സമർപ്പിക്കാം. നിന്റെ ഭവിക്കണമേ
ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ച അങ്ങയുടെ കാരണത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് ഈ വിശുദ്ധ രഹസ്യങ്ങൾ പരിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളർന്നാലും വൈരികൾ പിന്തുടർന്നാലും നീതിയിലേക്കും ദൈവമായും പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാൻ ദാഹം. കണ്ണിലങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാതിലങ്ങേ കനിവിടും കരകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, മിശിഹായ പ്രിയമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ. കണ്ടവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, മിശിഹായുടെ പ്രിയമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ. പകലുകളോടവിരമവിടുത്തെ പുകഴുക ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, മിശിഹായുടെ പ്രിയമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതമായും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സരളവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാലത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, അധ്യായം 4 മുതൽ 9 വരെ. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവേൻ. ഞാൻ പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവേൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം പരിശുദ്ധവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവേൻ. അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ തീർത്ത മധുവായി ഞാനതൊഴുകിടട്ടെ. യക്ഷമനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദ്യം മുതൽക്കേ നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 26 മുതലുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിലെ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് മറിയം വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും.
യാക്കോബിന്റെ ഭവനത്തിൽ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. ഈശ്വരനായി ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവക കുടുംബാംഗങ്ങളെ, ആദ്യമായി തന്നെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥന വഴി, വിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന വഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഇടവകയ്ക്കും വ്യക്തിപരമായ ജീവിതത്തിലും ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടെ തിരുനാളിന് സന്ദേശം പറയണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, ഇന്ന് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ തിരുനാളാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ അൽഫോൻസാമ്മയെ അനുസ്മരിക്കുന്നു. ഒപ്പം നമ്മൾ ഈ അടുത്ത നാളുകളിൽ ഉയർത്തപ്പെട്ട 2 വിശുദ്ധർ, വിശുദ്ധ കാർലോ, വിശുദ്ധ പിയർ ജോർജിയോ, അവരെ കൂടി നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സഹനങ്ങളെ അവൾ സമ്മാനമാക്കി മാറ്റി, ആ ഒരു രീതിയിൽ ചിന്തിക്കുക എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധർ വഴി നിങ്ങളുടെയൊക്കെ സഹനങ്ങളെ ദൈവത്തിൻ്റെ സമ്മാനങ്ങളായി സ്വീകരിക്കാനായിട്ട് സഹായിക്കാൻ ഈ തിരുനാൾ ഉപകരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. In 1977, a researcher named Gary McPears, he studied 157 children who were about to learn a musical instrument. He went to know why some became great musicians. At the same time, some others struggled or they gave up. At first, he looked at the usual things. Were they naturally talented? Did they have a good sense of rhythm? Did they have comfortable wealth to learn the lessons? Did they have a high IQ or mathematical skills? Surprisingly, none of those things, അവരുടെ കഴിവുകളോ അവരുടെ സമ്പത്തോ അവരുടെ കലയോടുള്ള താല്പര്യമോ ഒന്നുമായിരുന്നില്ല അതിൻ്റെ വലിപ്പത്തിന് കാരണം. The most powerful predictor of success came from a simple question he asked every child. He asked them, how long do you think you will play the instrument? The children who answered, I will try it for a little, will never got very far. Some of them have modest success. And again, the children who said, I will be a musician for life, they became great. They became successful. The difference was commitment. അവരുടെ നിതാന്തമായ ഡെഡിക്കേഷൻ, സമർപ്പണമായിരുന്നു അവരെ ഗ്രേറ്റ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആക്കിയത്. വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ട്, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയല്ല, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. അപ്പൊ ഈ വിശുദ്ധരാകാനും വിശുദ്ധിയിൽ വളരാനും നമുക്ക് കഴിയണമെങ്കിൽ 100% സമർപ്പണം അതാവശ്യമാണ്. അപ്പൊ സമർപ്പണത്തിന്റെ വഴികളിൽ നമുക്ക് മാതൃകയാകുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയും വിശുദ്ധ അൽഫോൻസാമ്മയെയും പ്രത്യേകിച്ച് അവരുടെ സഹനങ്ങളിൽ അവർ പൂർണ്ണമായി സമർപ്പിച്ചു എന്നുള്ളതാണ് അവരെ മാറ്റി നിർത്തി ചിന്തിക്കാനായിട്ട് ഇന്ന് എന്നെ പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാലോ, സമർപ്പണം പൂർണ്ണമാകുമ്പോൾ അവിടെ വിശുദ്ധിയും അവിടെ വിശ്വസ്തതയും നിറഞ്ഞു നിൽക്കും. അതേസമയം നമ്മുടെ സമർപ്പണം അപൂർവമാകുമ്പോൾ അല്ലെങ്കിൽ അപൂർണമാകുമ്പോൾ അവിടെ കുറവുകളുണ്ടാകും.
ആ കുറവുകൾ പലപ്പോഴും വിള്ളലുകൾ ഉണ്ടാകും. വിള്ളലുകൾ ഉണ്ടാക്കും. അത് വ്യക്തിബന്ധങ്ങളിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സമൂഹ ജീവിതത്തിലായാലും. അതുകൊണ്ട് സമർപ്പണത്തിന്റെ ആഴം അത് കൂട്ടാനായിട്ട് വിശുദ്ധ അമ്മയോടും വിശുദ്ധ അൽഫോൻസാമയോടും വിശുദ്ധ ജോർജിയോടും വിശുദ്ധ കാർലോയോടും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ചു കേട്ട വചനത്തിന്റെ അവസാനത്തിൽ നമ്മൾ കേട്ടു, ബിഹോൾഡ് ഐ ആം ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. വിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ 2 തിരുനാളുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആഘോഷിച്ചു. സെപ്റ്റംബർ 8 നമ്മൾ മാതാവിന്റെ നെറ്റിവിറ്റി, മാതാവിന്റെ പിറവി തിരുനാൾ ആഘോഷിച്ചു. അതിന് 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീണ്ടും സെപ്റ്റംബർ 15 വ്യാകുല മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. 2 തിരുനാളുകൾ വളരെ ചേർന്ന് പോകുന്നതാണ്. അപ്പൊ നമുക്കൊക്കെ തോന്നും, മാതാവിന്റെ ജനനം സഹിക്കാൻ വേണ്ടിയായിരുന്നോ, വ്യാകുലങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയായിരുന്നോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജനനം സഹനങ്ങൾ ഏറ്റുവാങ്ങി മഹത്വത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. കാരണം ആദ്യ നിമിഷം തന്നെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നിന്റെ ഇഷ്ടത്തിനു വേണ്ടി എൻ്റെ ജീവിതം ഞാൻ 100% മാറ്റിവെച്ചിരിക്കുന്നു. അതായിരുന്നു മാതാവിന്റെ പ്രത്യേകത. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോ വ്യാകുലങ്ങൾ, 7 വ്യാകുലങ്ങളും ധ്യാനിക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആദ്യമായി ദേവാലയത്തിൽ വെച്ച് സിമിയോന് ഒരു വാൾ കിടക്കുന്നതിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും, ദ പ്രൊഫസി ഓഫ് സൈമൺ. അത് വന്നപ്പോൾ സിമിയോൻ, അത് വന്നപ്പോൾ മാതാവിന്റെ പ്രാർത്ഥന ഇത് തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ കേട്ട അവസാനത്തെ വാചകം തന്നെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. 2ാമത്തെ വ്യാകുലത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈജിപ്തിലേക്കുള്ള പലായനമാണ്, ദ ഫ്ലൈറ്റ് ടു ഈജിപ്റ്റ്. ആ യാത്രയിലും അമ്മയുടെ പ്രാർത്ഥന മറിച്ചൊന്നായിരുന്നില്ല, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവിനെ 3 ദിവസം ദേവാലയത്തിൽ നഷ്ടപ്പെട്ടപ്പോഴും അമ്മയുടെ പ്രാർത്ഥന മറിച്ചായിരുന്നില്ല. മാതാവിന് കുരിശിന്റെ യാത്രയിൽ കണ്ടുമുട്ടിയപ്പോഴും മാതാവിന്റെ പ്രാർത്ഥന ഇത് തന്നെയായിരുന്നു, ഐ ആം ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്, ബി ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. പിന്നെ നമ്മൾ കുരിശിന്റെ ചുവട്ടിൽ അമ്മയെ കാണുന്നു, മടിയിൽ ഈശോയെ ഇരുത്തിക്കൊണ്ട് അമ്മയെ കാണുന്നു. അവസാനം കബറടക്കം നടത്തുന്നു, ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈ 3 വ്യാകുലങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും മാതാവിന്റെ പ്രാർത്ഥന മറിച്ചൊന്നായിരുന്നില്ല, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഓരോ വ്യാകുലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ മാതാവിന് തിരിച്ചറിവുണ്ടായിരുന്നു. കാരണം ഓരോ വ്യാകുലവും കടന്നു പോകും, മഹത്വത്തിലേക്കുള്ള ഒരു യാത്രയിലാണെന്നുള്ള പ്രത്യാശ, ആ തിരിച്ചറിവാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ഇവയെല്ലാം സന്തോഷത്തോടു കൂടി സമർപ്പിച്ച് സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ ദുഃഖങ്ങളുണ്ടാകും, അസുഖങ്ങളുണ്ടാകും, വഴക്കുകളുണ്ടാകും, അതെല്ലാം കടന്നു പോകും. ആ പ്രത്യാശയോടുകൂടി നമുക്ക് 100% കുടുംബത്തിലായാലും 100% പള്ളിയിലായാലും 100% ജോലിസ്ഥലത്തായാലും നമ്മളെ തന്നെ സമർപ്പിച്ച് ജീവിക്കാനായിട്ട് അമ്മയിൽ നിന്ന് നമുക്ക് പഠിക്കാം. കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. 2ാമത്തെ വിശുദ്ധ ഇന്ന് നമ്മൾ പ്രത്യേകമായി ആചരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ അൽഫോൻസാമയോടാണ്. നമ്മുടെ നാട്ടിൽ ജനിച്ച മാതാവ് ഒരു വിശുദ്ധയാണ്. നമ്മളെപ്പോലെ തന്നെ നമ്മൾ പഠിച്ച സ്കൂളുകളിലൊക്കെ പഠിച്ച് ഇവിടെ ജനിച്ച കുട്ടികളല്ല കേട്ടോ. The people who are born here, no, not yet, but your parents probably came from Kerala. അപ്പോൾ അവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പഠിച്ച പോലെ സ്കൂളിൽ പഠിച്ച് ഒരു മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയായി ദൈവത്തിന്റെ മണവാട്ടിയായി മാറണമെന്ന് ആഗ്രഹിച്ചവൾക്ക് കർത്താവ് കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത് സഹനമായിരുന്നു. പക്ഷെ ആ സഹനത്തെ ആ സമ്മാനമായി സ്വീകരിക്കാനായിട്ടുള്ള കരുത്ത് ആ വിശുദ്ധിക്ക് കിട്ടി. ആ വിശുദ്ധ പറയുന്നുണ്ട്, no matter what my sufferings may be, I will not complain. എന്തെല്ലാം സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഞാൻ ഒരിക്കലും പരാതി പറയുകയില്ല. എനിക്ക് ആ സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് ശക്തി തരണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. If I have to undergo any humiliation, I will seek refuge in the sacred heart of Jesus. എത്ര മുറിവുകൾ ഉണ്ടായാലും എത്ര അപമാനങ്ങൾ ഉണ്ടായാലും ഞാൻ എൻ്റെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവിടെ നിന്ന് സാന്ത്വനം സ്വീകരിക്കും. ആ വിശുദ്ധിയാണ് ഇന്ന് നിങ്ങൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ വിശുദ്ധിയെ പോലെ നമുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭവം പറയാതെ ഇത് കടന്നു പോകും. കർത്താവ് നമുക്ക് ശക്തി തരും. ആ വിശ്വാസത്തോടു കൂടി അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ നാളുകളിൽ സെപ്റ്റംബർ 8
നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ 2 യങ് വിശുദ്ധർ. അവർ നിങ്ങൾക്കെല്ലാം മാതൃകയാണ്, യങ്സ്റ്റേഴ്സിന് മാതൃകയാണ്, മറ്റുള്ളവർക്കും മാതൃകയാണ്. ഒരു അച്ഛനോ ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ ഒരു സന്യാസിനിയോ ഒരു മെത്രാനോ ഒരു മാർപ്പാപ്പയോ ഒന്നും ആകേണ്ട വിശുദ്ധനാകാൻ. വിശ്വാസത്തോടുകൂടി ജീവിക്കുക, വിശുദ്ധിയോടുകൂടി ജീവിക്കുക, വിശ്വസ്തയോടുകൂടി ജീവിക്കുക. 3 കാര്യങ്ങൾ മാത്രമാണ് ആ ചെറിയ വിശുദ്ധർ നമുക്ക് പറഞ്ഞു തരുന്നത്. 15 വയസ്സ് മാത്രം ജീവിച്ച് കടന്നുപോയ വിശുദ്ധ കാർലോ അക്വിറ്റിസ്. ജീവിതത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് സൈബർ അപ്പോസ്റ്റൽ ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ്. തന്റെ ജീവിതത്തിൽ അദ്ദേഹം അവസാന മരണനാളുകളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, എ മിനിറ്റ് ഓൺ തിങ്സ് ദാറ്റ് ഡു നോട്ട് പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് പോകാൻ കഴിയും. എന്താണ് അദ്ദേഹം ചെയ്തത്? യങ്സ്റ്റർ ആയിരുന്നു, ഫുട്ബോൾ താല്പര്യം ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ താല്പര്യം ഉണ്ടായിരുന്നു. തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അദ്ദേഹം പ്രചരിപ്പിച്ചു ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ. ദൈവത്തിനോ അതേപോലെ തന്നെ മനുഷ്യർക്കോ അപ്രീതിപ്പെടുത്തുന്ന ഒന്നും അദ്ദേഹം പ്രചരിപ്പിച്ചില്ല. അദ്ദേഹം പ്രചരിപ്പിച്ചത് എപ്പോഴും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അത്ഭുതങ്ങളായിരുന്നു. ലോകം മുഴുവനും നടക്കുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അത്ഭുതങ്ങൾ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ ഹൈവേ ആണ് വിശുദ്ധ കുർബാന. ആ കുർബാനയോടുള്ള ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു. 15-ാമത്തെ വയസ്സിൽ ലുക്കീമിയ പിടിച്ച് മരിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, എൻ്റെ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് കഴിഞ്ഞു. സഹനത്തെ സമാനമായിട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞു. കാരണം എന്താണ്? 100% സമർപ്പണം. വിശുദ്ധ കന്യകാമറിയത്തെ പോലെയും വിശുദ്ധ അൽഫോൻസാമയെ പോലെയും ഈ ചെറിയ വിശുദ്ധന് തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു. ആ സമർപ്പണമാണ് നമുക്ക് ഓരോരുത്തർക്കും പാഠമാകേണ്ടത്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഈ വിശുദ്ധത്തിൽ നിന്നൊരു പാഠം പഠിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർക്ക് അപ്രീതി ഉണ്ടാക്കുന്ന ഒന്നും, അത് ദൈവത്തിനോ സഹോദരങ്ങൾക്കോ അപ്രീതി ഉണ്ടാക്കുന്നതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് പ്രീതിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രഘോഷകരായിട്ട്, ഈ തിരുനാളാഘോഷം അതിനുവേണ്ടിയാണല്ലോ, നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ ദേവാലയത്തിൽ നമ്മൾ ഒന്ന് ചേർന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. അവസാനം പിയർ ജോർജിയോ, അവസാനത്തെ വിശുദ്ധനാണ്, ഈ നാളുകളിൽ തന്നെ ഉയർത്തപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ടു ലിവ് വിതൗട്ട് ഫെയ്ത്ത്, ടു ലിവ് വിതൗട്ട് ഹെറിറ്റേജ് ടു ഡിഫെൻഡ്, to live without battling constantly for truth. സത്യത്തിനെതിരെ നിൽക്കുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളാതെ, അതുപോലെ തന്നെ വിശ്വാസമില്ലാതെ ഒരു ജീവിക്കാൻ വേണ്ടി അന്തസ്സുള്ള ഒരു പാരമ്പര്യമില്ലാതെ കടന്നു പോകുന്നത്, it is just living. It is not just living, it is just existing. ജീവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട്, make a difference in the life of others. അതാണ് ആ വിശുദ്ധനൊക്കെ ചെയ്തത്. ഒത്തിരിയേറെ സമ്പത്തിലും ഒത്തിരിയേറെ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനൊക്കെ സാഹചര്യം ഉണ്ടായിരുന്ന വിശുദ്ധനായിരുന്നു. പക്ഷെ എല്ലാം പാവപ്പെട്ടവർക്ക് പങ്കുവെച്ചു. അവസാനം പോളിയോ വന്ന് 24-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും ആ സഹനങ്ങളെയൊക്കെ സമ്മാനമായി ഏറ്റെടുക്കാനായിട്ട് ആ വിശുദ്ധന് കഴിഞ്ഞു. കാരണം തൻ്റെ സഹനങ്ങളിൽ അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് ഞാൻ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ആ സമ്മാനം സ്വീകരിക്കാനും ആ സമ്മാനം ദൈവത്തിന് തിരിച്ചു നൽകാനും കഴിയുമെന്ന് ആ വിശുദ്ധന് വളരെ കർക്കശത്തോടു കൂടി വിശ്വസിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇടവക തിരുനാൾ ആഘോഷിക്കുമ്പോൾ, നിങ്ങൾ ഈ തിരുനാൾ ആഘോഷവും പ്രദർശനവും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് യാത്രയാകുമ്പോൾ ഈ വിശുദ്ധരെ പോലെ, പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ, വിശുദ്ധ അൽഫോൻസാമയെ പോലെ, വിശുദ്ധ പിയർ ജോർജിയെ പോലെ, വിശുദ്ധ കാർലോയെ പോലെ സഹനങ്ങളെ സമ്മാനങ്ങളായി സ്വീകരിച്ച്, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. വിശുദ്ധരുടെ മാതൃക അനുസരിച്ച് അനുദിന ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യാനന്ദവും ഔർണ്യ അനുഗ്രഹങ്ങളും അനശ്വര ജീവനം നൽകി വിശുദ്ധരെ അനുഗ്രഹിച്ച വിശുദ്ധായി സ്വർഗസൗഭാഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട്
അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ മാർഗം പിന്തുടരുന്ന ഞങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാതൃക അനുസരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശുദ്ധിയിൽ വളരാനും വരം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ മാർപ്പാവയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ മെത്രാപ്പോലീത്തയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ മാർച്ചസ്റ്റർ മെത്രാനെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാതനകൾ ശ്രവിക്കണമേ. ഈ ഇടവകയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും ഓർമ്മയെ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. വിശുദ്ധയുടെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാകുകയും നിത്യസന്തോഷത്തിന് പങ്കുകാരാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിട. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാം. നിത്യം വാഴ്ത്തിടാം. ഞങ്ങൾ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാമേക ദൈവമേ വിശ്വസിക്കുമത്യരാം ഞങ്ങളേ. വിജായവും തീർത്ഥദൈവമാ സത്യകാരണങ്ങളിൽ നാട്യജാതനാ സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജം വിശ്വസിക്കുമത്യരാം ഞങ്ങളേ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മധ്യരക്ഷ നൽകുവാൻ പാവനാത്മന മധ്യരൂപമാകിയേ തന്യനാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ ഈടയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ. മൂന്നു നാളിനുള്ളിൽ സത്യദേവസൂനുവേ മഞ്ഞിരുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്ന്നു മഹിത കാന്തിയിൽ ഒളിവിലെത്തു നീ മഹി അന്ന്. ദൈവം രസൂലാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രാർത്ഥിമാരും മേജരാർച്ചുബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ മിശിഹായുടെ കൃപയാലിപ്പനെ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ വിഷ്ണു നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അത് സമർപ്പിക്കുകയും അവിടുന്ന് സ്വർഗ്ഗീയമാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പ്രദർശനം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ വാക്തത്വം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊപ്പം ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ
അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാളെ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിലൊറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരും സാധന്മാരും ചേർന്ന് നാഥനായകേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവരുടെ മഹിമകളാ ഉന്നതവീതിയിലോശാന ദാവീദിൻ സുതലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാം വീണ്ടും വരുവോരും ധന്യം. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി അങ്ങയുടെ രക്ഷയുടെ സ്മാരകമായ വിശുദ്ധ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ലിയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനും ഞങ്ങളുടെ എല്ലാ മെത്രാപ്പോലീത്തമാർക്കും മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും സംസ്ഥാനമാർ സമർപ്പിതർ ആത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭയ്ക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ തിരുനാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ഇടവക സമൂഹത്തിനും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേക രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ നയിച്ചുവെന്നും ഉപവാസം എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, സംസ്ഥാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായകമായ അടയാളത്താൽ മുദ്രയില്ല പരിശുദ്ധ കത്തോലിക്ക ആശ്വാസദാനങ്ങളുമായ എല്ലാവർക്കും നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ഈ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സുഖരാജ്യത്തിനും നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ വിശുദ്ധ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമാ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരൻ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധ്യതയെ നാഥനായ ദൈവത്തോടും ഹൃദയവും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി അന്യരാധാ ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. ഏകമനസാ ദിവ്യരഹസ്യം നിധരാ ഉൾക്കൊള്ള. ഉദ്ധാനത്തിലുമതുപോൽ ജീവൻ കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെയും. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങൾക്ക് അനുപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതവുമായ അങ്ങയെ സുഖരാജ്യത്തിൽ സർവ്വസിലൊന്ന് ശ്രദ്ധിക്കുവാൻ ഞങ്ങളുടെ തങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ധരം കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വിശുദ്ധ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഇന്ന് ലഭിച്ചവനെ വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശുദ്ധനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതിരിക്കരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് സൈന്യം കൊണ്ട് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു,
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഭയിലവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ വിശ്വാസവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവായ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, വിശുദ്ധരുടെ ഓർമ്മദിനത്തിൽ സ്ഥലത്തിന്റെയും കർത്താവായ പുത്രന്റെ അമൂല്യമായ ശരീരവും ജീവദായകമായ രക്തവും സ്വീകരിച്ച് സ്തുതിപാടുകൻ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തന്റെ ബലിപീഠത്തിൽ വിശുദ്ധ കന്യകാമറിയത്തിന്റെയും സമ്മയുടെയും ഓർമ്മ ആലേഖനം ചെയ്തു. ഇന്നെന്റെ രക്തമായി മാറുന്ന കാൽവരി വീണമായീശോ, ആത്മാവിൽ ജീവനായി തീരുന്ന കൃത്തടമാണെന്റെ ഈശോ. മലയാളി വിരിയുന്ന വിളിയാനരൂപമേ, ഹൃദയത്തിനാനന്ദമേ. ദിവ്യസാന്നിധ്യം സ്വീകരിക്കാൻ കൊതിയോടെ ഞാനിതാ നിന്റെ മുന്നിലാ. ആത്മീയമാകുന്ന സ്നേഹഭോജ്യമാ ഹൃദയത്തിൻ കോവിലിൽ വാഴേണമേ. അറിയുന്ന സ്നേഹമാകും ദിവ്യകാരുണ്യം, പകരുന്ന ജീവനാകും ദിവ്യകാരുണ്യം. ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടവമത്സ്യായ കന്യകാമറിയത്തിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായക ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ വലിയ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായേ, വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യയിൽ ഞങ്ങളെ പങ്കാരാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ കന്യകാമറിയത്തെ പോലെ, വിശുദ്ധ അൽഫോൻസാമയെ പോലെ, വിശുദ്ധ ജോർജിയെ പോലെ, വിശുദ്ധ കാർലോയെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുവാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും.
ആത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ ഇരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഖ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെന്നും. ജീവൻ നൽകും ദൈവികമാ ശക്തിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോൾ എപ്പോൾ എന്നേക്കും.